നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു പോയി ദിവസങ്ങൾക്ക് ശേഷം ഫ്ലക്സ് ബോർഡുകളിൽ തീരുമാനം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് പിഴയിട്ട ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തെ തുടർന്ന് അനുമതിയില്ലാതെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിന് പിഴയിട്ട കോർപ്പറേഷൻ റവന്യൂ ഓഫീസർ ജി ഷൈനിയെയാണ് സ്ഥലം മാറ്റിയത്. റവന്യൂ വിഭാഗത്തിൽ നിന്നുമാണ് മാറ്റിയത്. അനുമതിയില്ലാതെ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചതിന് ബി.ജെ.പിക്ക് 20 ലക്ഷം രൂപ ഇവർ പിഴയിട്ടിരുന്നു. കൂടാതെ കോർപ്പറേഷൻ പരാതിയിൽ ബി.ജെ.പി ജില്ലാ പ്രസിഡന്റിനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ സ്ഥലം മാറ്റം ഉണ്ടായിരിക്കുന്നത്. ബി.ജെ.പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ബി.ജെ.പി ഭരിക്കുന്ന കോർപ്പറേഷൻ പിഴ ഈടാക്കിയത് സ്വാഭാവിക നടപടിയെന്ന് മേയർ വി രാജേഷ്. അനധികൃത ഫ്ലക്സുകൾ മാറ്റുന്ന നടപടികളെക്കുറിച്ച് ഹൈക്കോടതിയെ അറിയിക്കേണ്ട ബാധ്യത കോർപ്പറേഷന് ഉണ്ടെന്നും വി രാജേഷ് ചൂണ്ടിക്കാട്ടി. താൻ പാർട്ടി അധ്യക്ഷനായിരുന്ന സമയത്തും ഇത്തരത്തിൽ കോർപ്പറേഷൻ നോട്ടീസ് തന്നിട്ട് ഉണ്ട്. ഇത് വിവാദ വിഷയമാക്കേണ്ട കാര്യമില്ലെന്നും വി രാജേഷ് പറഞ്ഞിരുന്നു. അതേസമയം പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ പോകാത്ത സംഭവത്തിലും അദ്ദേഹം പ്രതികരിച്ചു. ഇക്കാര്യത്തിൽ മന്ത്രി വി ശിവൻകുട്ടിക്ക് മറുപടിയില്ലെന്നും അദ്ദേഹം പറയുന്നതൊക്കെ താൻ ആസ്വദിക്കുകയാണെന്നും വി രാജേഷ് പറഞ്ഞു. എയർപോർട്ടിൽ പോയിരുന്നു എങ്കിൽ 40 വാഹനങ്ങളുടെ പിന്നിലായിരിക്കും തന്റെ വാഹനം. പ്രധാനമന്ത്രി തമ്പാനൂരിലെത്തുമ്പോൾ താൻ PMGയിൽ ആയിരിക്കും. പിന്നീട് ഒരു വാഹനവും ആ വഴി കടത്തിവിടില്ല. പ്രധാനമന്ത്രി വേദിയിൽ കയറിയാൽ പിന്നീട് ആരെയും വേദിയിലേക്ക് കയറ്റിവിടില്ല. പ്രോട്ടോകോളിനെ കുറിച്ച് ശിവൻകുട്ടി ഒന്നും പറയേണ്ടെന്നും ശിവൻകുട്ടി നിയമസഭ നടത്തിയ പ്രോട്ടോകോളൊക്കെ നമ്മൾ കണ്ടതാണെന്നും മേയർ വി രാജേഷ് കൂട്ടിച്ചേർത്തു. കോർപ്പറേഷനിലെ അഴിമതി അവസാനിപ്പിക്കാൻ എല്ലാ സാമ്പത്തിക ഇടപാടുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ 100% ഓൺലൈൻ ആക്കാൻ ബി.ജെ.പി നേതൃത്വം നൽകുന്ന ഭരണസമിതി തുറമുഖ നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുകയും അതിന്റെ സാധ്യതകളും ഗുണങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതികൾ രൂപീകരിക്കുമെന്നും മേയർ വി രാജേഷ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറിയ വികസന രേഖയിൽ പറയുന്നു. ചില വ്യക്തികൾ ഭൂഗർഭ കുഴിയിലൂടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ ജലാശയങ്ങളിലും കനാലുകളിലും നദികളിലും തള്ളുന്നത് ഡിജിറ്റൽ സർവേയിലൂടെ കണ്ടുപിടിച്ച നടപടികൾ സ്വീകരിക്കുമെന്നും മേയർ വി രാജേഷ് വികസന രേഖയുടെ ഭാഗമായി നേരിട്ട് അറിയിച്ചു. രേഖയുടെ കരട് മേയർ, ഡെപ്യൂട്ടി മേയർ ജി ആശാനാഥ്, ബി.ജെ.പി തിരുവനന്തപുരം സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു. വികസന രേഖയിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇതാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ വീടില്ലാത്ത എല്ലാവർക്കും കേന്ദ്ര സർക്കാർ സഹായത്തോടെ 5 വർഷം കൊണ്ട് വീട് നൽകും. ഇൻഡോർ മോഡലിൽ മാലിന്യ പ്രശ്നം സമയബന്ധിതമായി പരിഹരിക്കുന്ന സംവിധാനം നഗരത്തിൽ നടപ്പാക്കും. വെള്ളക്കെട്ട് ഒഴിവാക്കാൻ സൂറത്ത് മാതൃകയിൽ പദ്ധതികൾ രൂപീകരിക്കും. 101 വാർഡുകളിലും സമഗ്ര ഡ്രെയിനേജ് സംവിധാനം നിർമ്മിക്കും. നഗരത്തിലെ വഴികളിലുള്ള വഴിവിളക്കുകൾ കേന്ദ്രീകൃത സംവിധാനത്തിലൂടെ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കും. 2036 ഇന്ത്യയിൽ നടക്കുന്ന ഒളിമ്പിക്സിന്റെ ഒരു വേദി തിരുവനന്തപുരമാക്കണം. ഇതിലൂടെ തലസ്ഥാന നഗരത്തിലെ യുവജനതയുടെ കായിക സ്വപ്നങ്ങൾക്ക് കരുത്തുപകരും. പത്മനാഭ സ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം, ഭീമാപള്ളി, വെട്ടുകാട് പള്ളി എന്നിവ കേന്ദ്രീകരിച്ച തീർത്ഥാടന ടൂറിസം പദ്ധതി നടപ്പാക്കും. ആരോഗ്യ കേന്ദ്രങ്ങളെ സംയോജിപ്പിച്ച് തിരുവനന്തപുരത്തെ ആരോഗ്യ സംരക്ഷണ നഗരമാക്കി മാറ്റുകയും ചെയ്യും. കുറഞ്ഞ വിലയിൽ മരുന്നുകൾ ലഭ്യമാക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകളുടെ ശൃംഖല നഗരത്തിൽ വ്യാപകമാക്കും. ഗംഗാ ശുദ്ധീകരണ മിഷന്റെ മാതൃകയിൽ കരമനയാർ, കിള്ളിയാർ, ആമയിഴഞ്ചാൻതോട് പോലെയുള്ള ജലാശയങ്ങൾ ശുദ്ധീകരിച്ചും സംരക്ഷിക്കും. കടലാക്രമണം ഉൾപ്പെടെയുള്ള തീരദേശ പ്രദേശങ്ങൾ കേന്ദ്ര സർക്കാരുമായി ചേർന്ന് പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ച് പരിഹരിക്കും. തെരുവ് നായ്ക്കളെ ഷെൽട്ടറിൽ പാർപ്പിച്ച് വെറ്റിനറി ഡോക്ടർമാരുടെ സേവനം ഉപയോഗിച്ച തെരുവ് നായ ശല്യം അവസാനിപ്പിക്കും. റോഡ്, റെയിൽ, വ്യോമ ഗതാഗത കണക്ടിവിറ്റി ഉന്നത നിലവാരം ഉള്ളതാക്കും. കേന്ദ്ര സർക്കാർ സഹായത്തോടെ തിരുവനന്തപുരം മെട്രോ യാഥാർത്ഥ്യമാക്കും. വഴിയോര കച്ചവടക്കാരുടെയും മറ്റ് വ്യാവസായിക പൊതുജനങ്ങളുടെയും പങ്കാളിത്തത്തോടുകൂടി സിറ്റി നൈറ്റ് ലൈഫ് യാഥാർത്ഥ്യമാക്കും. മേയറും ഡെപ്യൂട്ടി മേയറും കൗൺസിലറും കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും വാർഡുകളിലെത്തി ജനങ്ങളുമായി സമ്പർക്കം നടത്തിയ പരാതികൾ നേരിട്ട് പരിഹരിക്കും. അതേസമയം ബി.ജെ.പി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മേയർ വി രാജേഷിന് പ്രത്യേക പരിഗണന നൽകി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ സ്വാഗത പ്രസംഗത്തിന് ശേഷം മേയർക്ക് പ്രസംഗിക്കാൻ അനുമതി നൽകി. അതിനുശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷ പ്രസംഗം നടത്തിയത്. രാജേഷ് പ്രസംഗം ഇംഗ്ലീഷിലാണ് തുടങ്ങിയത്. തിരുവനന്തപുരത്തിന് വേണ്ട സഹായങ്ങളുടെ പട്ടികയും വികസന നിർദ്ദേശങ്ങളും വിവരിച്ച ശേഷമാണ് മലയാളത്തിലേക്ക് മാറിയത്. ഉപഹാരം നൽകിയ രാജേഷിനെ പ്രധാനമന്ത്രി ആലിംഗനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ GS ആശാനാഥ് കാലിൽ തൊട്ട് വണങ്ങിയപ്പോഴാണ് തിരികെ ആശാനാഥിന്റെ കാലിലും തൊട്ട് വണങ്ങിയത് വലിയ വാർത്തയാകുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു പോയതിനു ശേഷം ആ ഒരു ഓളം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 4 പതിറ്റാണ്ടിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം CPM-ൽ നിന്ന് പിടിച്ചെടുത്തതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ആചാരവേഷം ധരിച്ച ബി.ജെ.പി മേയർ അദ്ദേഹത്തെ സ്വീകരിക്കുക എന്നതായിരുന്നു തലസ്ഥാനത്തെ ബി.ജെ.പി പ്രവർത്തകർ ആവേശത്തോടെ കാത്തിരുന്ന സ്വപ്ന മുഹൂർത്തം. എന്നാൽ അതുണ്ടാകാത്തത് തന്നെ പലർക്കുമിടയിലും ഒരു അമർഷം ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് കൃത്യമായി തന്നെ വി രാജേഷ് ആ കാര്യങ്ങൾ പറയുകയുണ്ടായിരുന്നു.